സോ നമ്മൾ അമീൻസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലോട്ട് കടക്കാൻ പോവുകയാണ്. അവസാന ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് 3 എന്നുള്ള ഈ വീഡിയോയോട് കൂടി നമ്മുടെ അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മുഴുവനായിട്ടും അവസാനിക്കുകയാണ്. സോ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇനി പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നിങ്ങൾക്കത് കാണുന്നുണ്ടാവും, ഡയസോണിയം സോൾട്ട്സ്. ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഡയസോണിയം സോൾട്ട് ഹാവ് ദി ജനറൽ ഫോർമുല. അതിൻ്റെ ജനറൽ ഫോർമുലയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും. Rn2x Rn2 പ്ലസ് എക്സ് മൈനസ് എന്നുള്ളതാണ്. Rn2 പ്ലസ് എക്സ് മൈനസ് അല്ലെങ്കിൽ Rn2x എന്നാണ് അതിൻ്റെ ജനറൽ ഫോർമുല. അവിടെ വേർ R ഈസ് ആൻ അറൈൽ ഗ്രൂപ്പ് ആൻഡ് എക്സ് ഈസ് ക്ലോറിൻ ആവാം, Br ആവാം, എഫ് ആവാം, ഫ്ലോറിൻ ആവാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ് എക്സ് എന്താണെന്നുള്ളത്. ഇനി ആർ എന്നുള്ളത് അറൈൽ ഗ്രൂപ്പ് ആവാം. ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങൾക്കൂടെ എക്സാമ്പിൾ കാണുന്നുണ്ടാവും. നോക്കൂ, ഒരു C6H5 എന്ന് പറയുമ്പോൾ എന്താണ്, ബെൻസീനാണ് അല്ലേ. അതായത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. ജനറലായിട്ട് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിന് മുകളിൽ എന്ത് വരും, N2Cl N2 പ്ലസ് Cl മൈനസ് വരിക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെന്താണ്, ഇതിനെയാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഡയസോണിയം സോൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. എക്സ് എന്നുള്ളത് ഞാനിവിടെ ജനറൽ റെപ്രസെൻറ്റേഷൻ പോലെ നമ്മൾ എഴുതാന്നുണ്ടെങ്കിൽ എന്തെഴുതാം, N2x എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സ് എന്നുള്ളത് Cl ആവാം, Br ആവാം. തൽക്കാലം അവിടെ എന്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, N2 പ്ലസ് Cl മൈനസ് എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി അവയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ആലിഫാക്റ്റിക് ഡയസോണിയം സാൾട്ട്സ് ആർ ഹൈലി സ്റ്റേബിൾ. പിന്നെ ആരോമാറ്റിക് ഡയസോണിയം സാൾട്ട്സ് റിമെയിൻ സ്റ്റേബിൾ ഇൻ സൊല്യൂഷൻ ഫോർ സം ടൈം അറ്റ് ലോ ടെമ്പറേച്ചർ. നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഡീപ്പായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ഡയസോണിയം സാൾട്ടിൻ്റെ ജനറൽ ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ ആറ് എന്താണ്, അറൈൽ ഗ്രൂപ്പ് ആയിരിക്കാം അല്ലേ. ബെൻസീൻ C6H5 ബെൻസീൻ റിങ്ങിൻ്റെ മോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആര് വരിക, നമ്മുടെ N2 പ്ലസ് Cl മൈനസ് വരിക. ഓക്കെ, N2 ഗ്രൂപ്പും N2x അല്ലേ, ആ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മളതിനെ ബെൻസീൻ ഡയസോണിയം സോൾട്ട് ആയിട്ട് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടുകളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ പോലെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. ഇനി പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഈ പ്രിപ്പറേഷൻ നമ്മൾ ഡയസോട്ടൈസേഷൻ എന്ന് പറയും. നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും, ഡയസോട്ടൈസേഷൻ ആണ് പറയുക. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, അനിലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, NaNO2 പ്ലസ് 2HCl ആഡ് ചെയ്യുന്നു. ഏകദേശം 273 കെൽവിൻ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് എന്ത്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലേ. എന്നിൻ്റെ ഇടയിൽ രണ്ട് എന്നുകൾക്ക് തമ്മിൽ എന്താണ്, ട്രിപ്പിൾ ബോണ്ടാണ് കാണാൻ സാധിക്കുക. N ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൂടി എഴുതാം, ഇങ്ങനെയും കൂടി എഴുതാം കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. എന്താണ്, N2 പ്ലസ് Cl മൈനസ് എന്ന് എഴുതാം. അതിന് അവർ ബോണ്ടിങ് വെച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. N ട്രിപ്പിൾ ബോണ്ട് N Cl മൈനസ് എന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന് നമ്മൾ അനിലിനെടുക്കുന്നു. അനിലിനോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, NaNO2 ആഡ് ചെയ്ത് സോഡിയം നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. പ്ലസ് എന്തുകൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 273 കെൽവിൻ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡയസോണിയം സോൾട്ടിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഡയസോണിയം സോൾട്ട്, അതിനെക്കുറിച്ചിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രോഡക്റ്റാണ് എന്ത്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ റിയാക്ഷൻ
given by diazonium salts are classified into two categories. ഇനി ഈ ബെൻസീൻ ഡയസോണിയം സോൾട്ട് അല്ലെങ്കിൽ ഡയസോണിയം സോൾട്ട് ഓരോ റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയിലുള്ള റിയാക്ഷൻസ് ആയിട്ടാണ് അവ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് നൽകുന്നത്. അല്ലെങ്കിൽ അവ ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ രണ്ട് കാറ്റഗറി റിയാക്ഷൻസ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഒന്ന്, രണ്ട് റിയാക്ഷൻസ് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും, ഓരോന്നായി വായിക്കാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓർ റീപ്ലേസ്മെന്റ് റിയാക്ഷൻ, നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തേത് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. മനസ്സിലാക്കി വയ്ക്കുക, ഈ ഡയസോണിയം സാൾട്ട് കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ രണ്ട് കാറ്റഗറി റിയാക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് റീപ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആവാം, അല്ലെങ്കിൽ അത് കപ്ലിംഗ് റിയാക്ഷൻസ് ആയിരിക്കാം. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യത്തെ കേസിൽ പഠിക്കാൻ പോകുന്നത് റീപ്ലേസ്മെന്റ് റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. റിയാക്ഷൻസ് ഇൻവോൾവിങ് റീപ്ലേസ്മെന്റ് ഓഫ് ഡയസോ ഗ്രൂപ്പ്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഡയസോ ഗ്രൂപ്പ്, അസോ ഗ്രൂപ്പ് എന്നൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം അതെന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്താ അസോ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ C6H5 N2, അല്ലെങ്കിൽ ജനറലായിട്ട് തന്നെ എഴുതാം RN2 + X- എന്ന് നമ്മൾ ജനറലായിട്ട് ഡയസോണിയം സോൾട്ടിൻ്റെ സ്ട്രക്ചർ കണ്ടല്ലോ. അപ്പോൾ ഈ R എന്നുള്ളത് നമുക്കറിയാലോ, അറേ ഗ്രൂപ്പ് എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ N2 + X-, ഈ N2 ഗ്രൂപ്പിനെയാണ് നമ്മളുടെ അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ N2 ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ബെൻസീനല്ല, ഈ ഡയസോണിയം സോൾട്ടിൽ ഈ N2 ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ അസോ ഗ്രൂപ്പിന് തന്നെ രണ്ടായിട്ട് പറയും, ഒന്ന് ഡയസോ ഗ്രൂപ്പ് എന്നും അസോ ഗ്രൂപ്പായിട്ട് പറയും. ഡയസോ എന്ന് എപ്പോഴാണ് പറയാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ഞാൻ ഇവിടെ ബെൻസീൻ, ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഞാൻ ബെൻസീൻ റിങ് വരയ്ക്കുന്നുണ്ട്. ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഈ ഒരു ടെർമിനലാണ് ഇങ്ങനെ N∧Bond NCl- എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്കറിയാലോ, RN2 + Cl- ആണ്, അല്ലെങ്കിൽ X- ആണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇതിലത്തെ ഈ R ആണ് നമ്മുടെ ഇവിടുത്തെ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസീൻ എന്ന് പറയുന്നത്. N2 എന്നുള്ളത് എന്താണ്? N∧Bond N ആണ്. X-ന്റെ അവിടെ എടുത്തിരിക്കുന്ന ആരാണ്? Cl ആണ്. അപ്പോൾ ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടെർമിനൽ പൊസിഷനിലാണ് അസോ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ, അസോ ഗ്രൂപ്പ് ഏതാണ്? ഈ N2 ഗ്രൂപ്പിനെയാണ് അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മുടെ ജനറൽ ഫോർമുലയിലുള്ള ഈ N2 ഗ്രൂപ്പിനെയാണ് അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. പക്ഷേ ചില കേസിൽ ഡയസോ ഗ്രൂപ്പ് എന്ന് പറയും. ആ ഡയസോ ഗ്രൂപ്പ് എപ്പോഴാണ് പറയുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടെർമിനൽ പൊസിഷനിലാണ് അസോ ഗ്രൂപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസോ ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ ഈ ഒരു ടെർമിനൽ പൊസിഷനിലാണ് വരുന്നത് അല്ലേ. അതായത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്ക് മറ്റൊരു കോമ്പൗണ്ട് ആഡ് ചെയ്തുകൊണ്ടാണ് റിയാക്ഷൻസ് നമ്മൾ നടത്തുക. അപ്പോൾ ഈ ബെൻസീൻ റിങ്ങുമായിട്ട്, അതായത് C6H5 നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് ചുരുക്കി വായിച്ചാൽ C6H5 എന്ത് വിളിക്കാം? N2 + Cl- എന്ന് വരയ്ക്കാം. അതായത് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ നേരത്തെ വരച്ച പോലെ N2 + Cl- വരിക എന്നർത്ഥം. മനസ്സിലായോ? അതിനാണല്ലോ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെർമിനൽ പൊസിഷനിലാണ് അസോ ഗ്രൂപ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഡയസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് അസോ ഗ്രൂപ്പ് എന്ന് മാത്രമായി വിളിക്കുക? അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്, ഞാൻ വീണ്ടും ഇവിടെ ബെൻസീൻ റിങ് വരയ്ക്കുകയാണ്. രണ്ട് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഇടയിൽ, ഓക്കെ, ഇപ്പോൾ ഇവയ്ക്കിടയിലാണ് N∧Bond N, ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ഇവിടെ ഇതൊന്ന് ഇത് രണ്ട്. അപ്പോൾ ഈ രണ്ട് ബെൻസീൻ റിങ്ങിൻ്റെ ഇടയിലാണ്, ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ അസോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. AZO അസോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. അതല്ല, ടെർമിനൽ പൊസിഷനിലാണ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടെർമിനൽ പൊസിഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? നമ്മൾ ഡയസോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? നോക്കൂ, റിയാക്ഷൻസ് ഇൻവോൾവിങ് റീപ്ലേസ്മെന്റ് ഓഫ് ഡയസോ ഗ്രൂപ്പാണ്. അതായത് ഡയസോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടെർമിനൽ പൊസിഷനിലാണ് N2 ഗ്രൂപ്പ് വരുമ്പോൾ അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡയസോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെയിം കോമ്പൗണ്ട് കാണാം അല്ലെ, C6H5 N2 + Cl-. ഞാൻ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുപ്രസ് ക്ലോറൈഡും ഇൻ പ്രസൻസ് ഓഫ്
HClഉം റിയാക്ഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡയസോ ഗ്രൂപ്പ്, അതായത് N2+Cl- എന്നുള്ള ഡയസോ ഗ്രൂപ്പ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പിൻ്റെ ഭാഗത്തേക്ക് എന്ത് വരും? Cl വന്ന് അറ്റാച്ച് ചെയ്യും പ്ലസ് N2. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നോക്കൂ. നമ്മളതിൽ കുപ്രസ് ബ്രോമൈഡ് ആണ് ആഡ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് HBr. അപ്പോൾ സംഭവിക്കും നോക്കൂ, ഈ N2Clന്റെ ഭാഗത്തേക്ക് അത് അവിടുന്ന് പോയി ആ ഭാഗത്തേക്ക് Br വന്ന് കയറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബ്രോമോ ബെൻസിൻ കിട്ടി. നേരത്തെ നമുക്ക് ക്ലോറോ ബെൻസിൻ കിട്ടി, ഇപ്പോൾ ബ്രോമോ ബെൻസിൻ കിട്ടുന്നു. ഇതേപോലത്തിലേക്ക് നമ്മൾ സൈനൈഡ്, കുപ്രസ് സൈനൈഡ് ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് KCN, പൊട്ടാഷ് സൈനൈഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ N2Cl എന്നുള്ള മൊത്തത്തിലുള്ള ആ ഗ്രൂപ്പ് മാറി അവിടെ എന്ത് ചെയ്യുന്നു? CN ഗ്രൂപ്പ് വന്നിരിക്കുന്നു പ്ലസ് N2. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫിനൈൽ സൈനൈഡ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്ലോറോ ബെൻസിൻ കിട്ടുന്നു, ബ്രോമോ ബെൻസിൻ കിട്ടുന്നു, പിന്നെ ഫിനൈൽ സൈനൈഡ് കിട്ടുന്നു. ഇതൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അതായത് ആ N2Cl എന്നുള്ള ആ ഒരു മൊത്തം ഗ്രൂപ്പിനോട് മാറി ആ ഭാഗത്തേക്കാണ് Clഉം Brഉം ഒക്കെ കയറിയിരിക്കുന്നത്. അങ്ങനെയാണ് ക്ലോറോ ബെൻസിനും ബ്രോമോ ബെൻസിനും. അപ്പോൾ ഇതാണ് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. N2Cl എന്നുള്ള ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡയോസോ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതായത് അവിടേക്ക് എന്ത് ചെയ്യുക? പുതിയ, അതായത് ക്ലോറിനും ബ്രോമിനും ഒക്കെ കയറിയിരിക്കുക. അങ്ങനെ അത് ക്ലോറോ ബെൻസിനും ബ്രോമോ ബെൻസിനും ഒക്കെ ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റുകളായിട്ട് എന്ത് ചെയ്യാണ്? മാറുകയാണ്. പറഞ്ഞ് ക്ലിയർ എന്ന് വിചാരിക്കുകയാണ്. ഇതാണ് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് റീപ്ലേസ്മെന്റ് ഓഫ് ഡയോസോ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ്മെന്റ് ഓഫ് ഡയോസോ ഗ്രൂപ്പ് ബൈ ഹാലൈഡ് ഓർ സൈനൈഡ് ആയാണ് അതാണ് നമ്മൾ കണ്ടത്. ഫോർ എക്സാമ്പിൾ Cl അങ്ങനെയുള്ള ഹാലൈഡുകളൊക്കെ, കുപ്രസ് ക്ലോറൈഡ് അങ്ങനെയുള്ള ഹാലൈഡുകളൊക്കെ കയറിയിരുന്ന് അവിടെ പ്രസൻസ് റിയാക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ക്ലോറോ ബെൻസിനും ബ്രോമോ ബെൻസിനും ഒക്കെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ഗാറ്റർമാൻ റിയാക്ഷൻ ആണ്. ഗാറ്റർമാൻ റിയാക്ഷൻ, ഇവിടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് HCl ആൻഡ് HBr റെസ്പെക്റ്റീവ്ലി ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ ഹാസ് കാറ്റലിസ്റ്റ്. അതായത് ഇവിടെ കോപ്പർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് HCl അല്ലെങ്കിൽ HBr. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ N2Cl മാറി നേരത്തെ സെയിം ക്ലോറോ ബെൻസിൻ കിട്ടുന്നു. രണ്ടാമത്തെ കേസിലും എന്ത് കിട്ടുന്നു? ഒരു ക്ലോറോ ബെൻസിൻ കിട്ടുന്നുണ്ട്. അതായത് N2Cl മാറി അവിടേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? രണ്ടിലും കിട്ടുന്ന ക്ലോറോ ബെൻസിൻ തന്നെയാണ് അല്ലേ? അതായത് ബെൻസീൻ ഡയോസോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് HCl, ഒന്നില്ലെങ്കിൽ HCl അല്ലെങ്കിൽ HBrന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്. കോപ്പർ പൗഡറോടെ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. ഇതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഗാറ്റർമാൻ റിയാക്ഷൻ ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു റിയാക്ഷൻ കൂടിയിട്ടാണ് കേട്ടോ ഇത്. അടുത്തത് റീപ്ലേസ്മെന്റ് ബൈ അയോഡിൻ അയോൺ. നോക്കൂ, ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ബെൻസീൻ, എന്താ വിളിക്കുന്നത് നമ്മൾ ഇതിനെ? ഡയസോണിയം, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്രിപ്പറേഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കിട്ടുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ഷൻസിന് പങ്കെടുക്കുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് റിയാക്ഷൻസ് ആണ് നമുക്ക് കിട്ടാൻ സാധ്യത. ഒന്ന് ഞാൻ പറഞ്ഞ റീപ്ലേസ്മെന്റ്, മറ്റൊന്ന് കപ്ലിംഗ് ആണ്. റീപ്ലേസ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? പൊട്ടാസ്യം അയോഡൈഡിന്റെ പ്രസൻസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? N2Cl എന്നുള്ള ആ ഗ്രൂപ്പ് മാറി അവിടേക്ക് എന്ത് വരുന്നു? I വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ബൈ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. റീപ്ലേസ്മെന്റ് ബൈ ഫ്ലൂറൈഡ്, ഫ്ലൂറോബെൻസീൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദി ആക്ഷൻ ഓഫ് ഫ്ലൂറോബോറിക് ആസിഡ് ഓൺ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് മുതൽ ഇവിടേക്കുള്ള റിയാക്ഷനാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതാണ് തുടക്കത്തിൽ പറഞ്ഞു പോകുന്നത്. ഫ്ലൂറോബെൻസിൻ, അതായത് ഈ ഒരു കോമ്പൗണ്ടിനെ ഫ്ലൂറോബെൻസിൻ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം എങ്ങനെയാണ് നമ്മൾ നോക്കണം. ഫ്ലൂറോബെൻസിൻ അല്ലെങ്കിൽ അതിന്റെ ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് എന്നും കൂടി പറയും, താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് ഉണ്ടാക്കുന്നത് ഫ്ലൂറോബെൻസീൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദി ആക്ഷൻ ഓഫ് ഫ്ലൂറോബോറിക് ആസിഡ് ഓൺ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതായത് നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലോട്ട് ഫ്ലൂറോബോറിക് ആസിഡ് ആഡ് ചെയ്ത്, ഈ കാണുന്നതാണ് ഫ്ലൂറോബോറിക് ആസിഡ്. ഈ ഫ്ലൂറോബോറിക് ആസിഡ് ആഡ് ചെയ്തിട്ടാണ് ഫ്ലൂറോബെൻസീൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് ഉണ്ടാക്കുന്നത്. ഇവയെ ശക്തമായി ചൂടാക്കുകയാണ്. അങ്ങനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ N2BF4- അല്ലെങ്കിൽ N2X- എന്നുള്ള ആ ഗ്രൂപ്പ്, നമ്മുടെ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് മാറി അവിടെ ഫ്ലൂറിൻ വന്ന് കയറിയിരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്ലൂറോബെൻസിൻ കിട്ടുന്നുണ്ട്. ഓക്കെ, സെയിം തന്നെയാണ്. ഇനി റീപ്ലേസ്മെന്റ് ബൈ ഡയസോ ഗ്രൂപ്പ് ബൈ ഹൈഡ്രോസിൽ ഗ്രൂപ്പ്.
ഹൈഡ്രോക്സിൽ അവിടെ എന്ത് ചെയ്യുന്നു, വാട്ടർ ആഡ് ചെയ്യുന്നു, അപ്പോൾ OH ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അടുത്തതിൽ നോക്കൂ, റീപ്ലേസ്മെന്റ് ഓഫ് ഡയസോ ഗ്രൂപ്പ് ബൈ ഹൈഡ്രജൻ. അതിൽ ഈ ആദ്യത്തെ റിയാക്ഷൻ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലോട്ട് ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് ആഡ് ചെയ്യുന്നു, പ്ലസ് H2 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രജൻ ആണ്. ഈ നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ C6H5 പിന്നെയാണ് N2+ഉം Cl- അല്ലെങ്കിൽ N2+ഉം X-ഉം. പക്ഷെ റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, C6H5 എന്നുള്ളത് C6H6 ആയിട്ട് മാറും. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, അതാണ് റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രജൻ. ഇതിൽ ഒരു റിയാക്ഷൻ ഓർത്തിരുന്നാൽ മതി, ആദ്യത്തെ റിയാക്ഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. അങ്ങനെ നമുക്ക് ബെൻസിൻ എന്ത് ചെയ്യുന്നുണ്ട്, C6H5 C6H6 ആകുമ്പോൾ എന്തായി മാറും, ബെൻസിൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അതൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇനി റീപ്ലേസ്മെന്റ് ബൈ നൈട്രോ ഗ്രൂപ്പ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള റിയാക്ഷൻ മാത്രം പറയുന്നത്. പക്ഷെ ഈ ഒരു ഭാഗം എങ്ങനെ കിട്ടിയത് നമ്മൾ ആദ്യം അറിയണം. അതിനെ മനസ്സിലാക്കേണ്ടത്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലോട്ട് നമ്മൾ ഫ്ലൂറോബോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് കിട്ടുന്നത്. അതാ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് ആണ് ഈ കാണുന്നത്. ഇനി ഈ ഡയസോണിയം ഫ്ലൂറോബോറേറ്റിനെ NaNO സോഡിയം നൈട്രേറ്റിന്റെ പ്രസൻസിൽ അതുപോലെ കോപ്പർ പൗഡർ കാറ്റലിസ്റ്റ് ആയിട്ട് എടുത്ത് അവയുടെ പ്രസൻസ് ചൂടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നൈട്രേറ്റ് ഗ്രൂപ്പ് അതായത് N2X- അല്ലെങ്കിൽ N2 ആ ഒരു മൊത്തത്തിലുള്ള ഗ്രൂപ്പ് മാറി, അതായത് ഈ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ അങ്ങ് മാറി അവിടേക്ക് NO ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇതും ഒരു റീപ്ലേസ്മെന്റ് റിയാക്ഷന് ഉദാഹരണമാണ്. ഒക്കെ നമുക്ക് പറഞ്ഞു പോകുന്ന റിയാക്ഷൻസ് ആണ്. റീപ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്താണെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള മെക്കാനിസം നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ബെൻസീൻ ഡയസോണിയം സോൾട്ടിന്റെ പ്രിപ്പറേഷൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് റീപ്ലേസ്മെന്റ് റിയാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവ രണ്ട് തരത്തെ റിയാക്ഷൻസ് കാണിക്കാം. ഒന്നില്ലെങ്കിൽ റീപ്ലേസ്മെന്റ് റിയാക്ഷൻ കാണിക്കാം, അല്ലെങ്കിൽ കപ്ലിംഗ് റിയാക്ഷൻ കാണിക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് കപ്ലിംഗ് റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അവ കാണിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള റിയാക്ഷനാണ് കപ്ലിംഗ് റിയാക്ഷൻ. നോക്കൂ, റിയാക്ഷൻസ് ഇൻവോൾവിങ് റീടെൻഷൻ ഓഫ് ഡയസോ ഗ്രൂപ്പ്, അതായത് കപ്ലിംഗ് റിയാക്ഷൻ. നോക്കൂ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇതാണ് ഇത് കേട്ടെ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫീനോള് അനിലിന്റെ പ്രസൻസിലൊക്കെ അവ അനിലുമായിട്ടോ അല്ലെങ്കിൽ ഫീനോളൊക്കെ ആയിട്ട് രണ്ട് കേസും പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഫീനോളായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, ഏകദേശം 273 കെൽവിൻ ടെമ്പറേച്ചറിൽ. അപ്പോൾ സംഭവിക്കുന്നത്, ഈ ഫീനോളിന്റെ ഈ ഭാഗത്ത് H മാത്രമേ കാണിച്ചിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ എല്ലാം തന്നെ എന്തുണ്ട്, H ഉണ്ട്. പക്ഷെ ആ ഒരു ഭാഗത്തെ പേരാ പൊസിഷനിലുള്ള H-നെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. റിയാക്ഷൻ മെക്കാനിസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ ഈ Cl-ഉം H-ഉം കൂടി ഞാൻ അവിടെ വരച്ചിട്ടുണ്ട് പേന കൊണ്ട്, അത് കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് പോകുന്നു. ബാക്കിയുള്ള ഭാഗം കമ്പൈൻ ചെയ്ത് പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ കിട്ടുന്നു. ഓക്കെ, പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ കിട്ടുന്നു. എന്തുകൊണ്ടാണ് ഈ ടൈറ്റലിന് റിറ്റൻഷൻ ഓഫ് ഡയസോ ഗ്രൂപ്പ് എന്ന് വന്നത്? എന്തുകൊണ്ടാണ് വന്നത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടെർമിനൽ പൊസിഷനാണ് അസോ ഗ്രൂപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡയസോ ഗ്രൂപ്പ് എന്ന് വിളിക്കും. N2 ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അസോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. N2 ഗ്രൂപ്പത്തിലുണ്ടല്ലോ, ഉണ്ട്. അത് ടെർമിനൽ പൊസിഷൻ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു ഉദാഹരണം പറഞ്ഞ ബെൻസീന്റെ ടെർമിനൽ പൊസിഷൻ ആയതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിച്ചത്, ഡയസോ ഗ്രൂപ്പ് എന്ന് വിളിച്ചത്. ആ അസോ ഗ്രൂപ്പ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെ അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, ഇൻ ബിറ്റ്വീൻ ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. അപ്പോൾ രണ്ട് ബെൻസീൻ കോമ്പൗണ്ടുകൾക്ക് ഇടയിലാണ് എന്നുള്ളത് കൊണ്ട് ഇവയെ അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്ലാസ്സിന് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയുള്ള N2 ഗ്രൂപ്പിനെയാണ് നമ്മൾ അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള അസോ ഗ്രൂപ്പ് റിയാക്ടൻ സൈഡിലുള്ള അസോ ഗ്രൂപ്പ് പ്രോഡക്റ്റ് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയും, തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിറ്റൻഷൻ ഓഫ് ഡയസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതിന്റെ മെക്കാനിസം ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനി ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ ഡബിൾ ബോണ്ട് ആവുമെന്ന് സംശയം വേണ്ട. ഈ ട്രിപ്പിൾ ബോണ്ട് അതിലത്തെ ഒരു പൈ ബോണ്ട് N+ന്റെ ഭാഗത്തേക്ക് പോകുന്നതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്തായി മാറുന്നത്, ഡബിൾ ബോണ്ടായിട്ട് മാറുന്നത്. ഇനി പെട്ടെന്ന് എങ്ങനെയാണ് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് മാറിയതെന്നുള്ളത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് ഓറഞ്ച് ഡൈ ആയിരിക്കും. ഡൈയിങ് ഏജന്റിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
അതുപോലെ ഇനി അനിലിനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇനി അനിലിനുമായിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പേര അമിനോ ബെൻസിനാണ് കിട്ടുന്നത്, അത് യെല്ലോ ഡൈ ആണ്. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള ഡൈകൾ പ്രൊഡക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നോട്ട് ഗ്രൂപ്പിലോട്ട് ഷെയർ ആക്കി തരുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് യൂസ് ഓഫ് അമീൻസ് ആണ്. അതിന് നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ആക്കി തരും, അത് നോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മാത്രം മതി. ഓക്കെ.